ബാക്ക്. ടി വീണയ്ക്കെതിരായി ഇ ഡി നടത്തുന്ന അന്വേഷണത്തിൽ പാർട്ടി ഇത്തരത്തിൽ പ്രതിരോധം തീർക്കേണ്ടതുണ്ടോ എന്ന വികാരം ചില നേതാക്കളിലുണ്ട്. അത് മുൻകൂട്ടി കണ്ടാണ് വീണയ്ക്കെതിരായ കേസ് വീണയും അവരുടെ കമ്പനിയും നോക്കുമെന്ന നിലപാട് എം വി ഗോവിന്ദൻ ഇന്നലെ പറഞ്ഞത്. പ്രസ്ഥാനം പടുത്തുയർത്തപ്പെട്ടത് ഏതെങ്കിലും വ്യക്തിയുടെ താല്പര്യങ്ങളിലല്ല എന്ന് പറഞ്ഞ് വി എസ് അച്യുതാനന്ദന്റെ മകൻ അരുൺകുമാർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് അത്ര നിഷ്കളങ്കമായി പിണറായിയെ അനുകൂലിക്കുന്ന നേതാക്കൾ കാണുന്നില്ല. റഹീസ് റഷീദ് ചേരുന്നു. റഹീസ്, അരുൺകുമാറിന്റെ പോസ്റ്റ് ഇപ്പോൾ തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് പാർട്ടി കാണുന്നത്? എന്തൊക്കെയാണ് അഭിപ്രായങ്ങൾ ഉയരുന്നത്? റോഷ്നി, ടി വീണയെ കണ്ണടച്ച് പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ പാർട്ടിക്കുള്ളിൽ ഒറ്റപ്പെട്ട സ്വരമെങ്കിലും എതിരായി ഉയർന്നു വരുന്നുണ്ട് എന്നാണ് സൂചന. അത് കൂടുതൽ പൊങ്ങി വരാതിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ മുതലക്കുളം മൈതാനത്ത് നടന്ന നയവിശദീകരണ യോഗത്തിൽ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ടി വീണയ്ക്കെതിരായ ഇ ഡി കേസ് അവരും അവരുടെ കമ്പനിയും തന്നെ നോക്കും എന്ന കാര്യം പറഞ്ഞത്. അതിനുശേഷമാണ് അതിന്റെ പേരിൽ CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയനെതിരെയോ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ PA മുഹമ്മദ് റിയാസിനെതിരെയോ ഇ ഡി വന്നാൽ രാഷ്ട്രീയ പ്രതിരോധം തീർക്കും എന്ന് പറയാനുള്ള ഒരു ചേതോവികാരം ഇതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അതുവരെ CPM എടുത്ത നിലപാട് ടി വീണയ്ക്കെതിരായി നടത്തുന്ന നീക്കം പിണറായി വിജയന്റെ മകളായതുകൊണ്ടാണ്, റിയാസിന്റെ ഭാര്യ ആയതുകൊണ്ടാണ് എന്നതായിരുന്നു CPM ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവരിലേക്ക് എത്തുകയാണ്, അതുവഴി പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയാണ് ഇ ഡിയുടെ ലക്ഷ്യം എന്ന വാദം മാറ്റി ഇപ്പോൾ ടി വീണയ്ക്കെതിരെയാണ് ഇ ഡി അന്വേഷണം നടക്കുന്നത്. അത് നാളെ പിണറായി വിജയനിലേക്കും റിയാസിലേക്കും വരികയാണെങ്കിൽ പാർട്ടി പ്രതിരോധ കോട്ട തീർക്കും എന്ന തരത്തിൽ മാറ്റിപ്പറഞ്ഞത്. അതുകൊണ്ടാണ് ഇന്ന് CPIMന്റെ ഏറ്റവും പ്രമുഖ നേതാക്കളിൽ ഒരാളായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഒരു എതിർസ്വരം എന്ന നിലയിലാണ്. അത് അതിന്റെ അകത്ത് പിണറായി വിജയനെന്നോ ടി വീണയെന്നോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസെന്നോ ഒന്നും പറയുന്നില്ലെങ്കിലും അതിന്റെ കണ്ടന്റ് പാർട്ടി ജാഗ്രത പുലർത്തണം, പാർട്ടി അണികളാണ് വലുത് എന്ന് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞത് ഓർമ്മിപ്പിച്ച് പാർട്ടിക്ക് ചില മുന്നറിയിപ്പുകൾ കൂടി നൽകാനാണ് VA അരുൺകുമാർ ശ്രമിച്ചത്. അത് VA അരുൺകുമാറിന്റെ മാത്രമായ ഒറ്റപ്പെട്ട ശബ്ദമായി കാണേണ്ടതില്ല. ചില നേതാക്കൾക്ക് അത്തരത്തിൽ അഭിപ്രായം ഉണ്ട് എന്ന് മനസ്സിലാക്കിയാണ് പാർട്ടി നിലപാട് പറഞ്ഞത്. അപ്പോഴും അതേക്കുറിച്ച്, അല്ലെങ്കിൽ ഇന്നലെ എം വി ഗോവിന്ദൻ പറഞ്ഞതിനെക്കുറിച്ച് പിണറായി വിജയൻ ഏത് തരത്തിൽ പ്രതികരിക്കും എന്നുകൂടി അറിയേണ്ട കാര്യം കൂടി ബാക്കിയായി നിൽക്കുകയാണ്. ശരി, റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്.